ഈ അടുത്ത ദിവസം വളരെ പഴയ ഒരു പത്രവാർത്തയുടെ ക്ലിപ്പ് കാണാനിടയായി. 1983 SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയം 38.64%. 3 ലക്ഷത്തിലധികം പേർ പരാജയപ്പെട്ടു എന്നിങ്ങനെയായിരുന്നു ആ വാർത്ത. അക്കാലങ്ങളിൽ 10ാം തരം പരീക്ഷ പാസ്സാവുന്നത് ജീവിതത്തിലെ വലിയ ഒരു കടമ്പയായിരുന്നു. സമൂഹം യുവാക്കളെ പൊതുവായി രണ്ടായി തരംതിരിച്ചിരുന്നു: 10ാം ക്ലാസ് പാസ്സായവരും തോറ്റവരും. പാസ്സായവരുടെ SSLC ബുക്കിൽ പാസ്ഡ് ആൻഡ് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന മുദ്രണമായിരുന്നുവെങ്കിൽ തോറ്റവരുടെ പുസ്തകത്തിൽ ഫെയിൽഡ് എന്ന് മാത്രം മുദ്രവെച്ച് അവരെ ജീവിതത്തിൽ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. പാസ്സായവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നതെന്നും തോറ്റവർ തങ്ങളുടെ ജീവിതത്തിലും വിജയിക്കാതെ പോകുമെന്നും വിശ്വസിച്ചിരുന്ന, അതല്ല അങ്ങനെ വിശ്വസിപ്പിച്ചിരുന്ന ഒരു കാലം. SSLC പാസ്സാവാത്തവരെ ഒന്നിനും കൊള്ളാത്തവരെന്ന് മുഖത്തു നോക്കി വിളിച്ചു പറഞ്ഞിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും, എന്തിന് സ്വന്തം മാതാപിതാക്കൾ പോലും പരീക്ഷയിൽ തോറ്റ മക്കളെ തള്ളിപ്പറയാൻ മടി കാണിച്ചിരുന്നില്ല. ക്ലാസ്സിൽ മുന്നിലുള്ള ബെഞ്ചുകളിൽ ഇരിക്കുന്നവർ പഠിപ്പിസ്റ്റുകളും ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവർ വെറുതെ വീടിനും നാടിനും പഠിക്കുന്ന സ്കൂളിനും ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെന്നും വിധിയെഴുതിയിരുന്ന സാമാന്യബോധം. 10ാം തരം പാസ്സായ ഞാനും ഒട്ടേറെ അഭിമാനിച്ചിരുന്നു. ജീവിതത്തിൽ എന്തൊക്കെയോ ആവുമെന്ന്. ആയി ഒരു സാധാരണ ശരാശരി ജീവിതം. വലിയ വിജയം നേടി എന്ന് പറഞ്ഞുകൂടായെങ്കിലും പഴയ തലമുറയിൽ നിന്നും ഏറെ മെച്ചപ്പെട്ട സ്ഥിതി, ചുറ്റുപാടുകൾ, സ്വന്തമായി ഒരു ജോലി, വരുമാനം, വീട്, ബാങ്ക് ബാലൻസ്, ദാരിദ്ര്യമില്ലാത്ത ദിനങ്ങൾ. ജീവിതത്തിൽ നാം മറ്റുള്ളവരെ നമ്മളുമായി തുലനം ചെയ്യരുത്, താരതമ്യം ചെയ്യരുത് എന്നാണ് പറയാറുള്ളത്. കാരണം നാം ഓരോരുത്തരും വ്യത്യസ്തരാണ്. തനതായ കാഴ്ചപ്പാടുകളും ജീവിത മൂല്യങ്ങളും അനുഭവങ്ങളും ഉള്ളവരാണ്. എങ്കിലും പലപ്പോഴും പല താരതമ്യങ്ങളും നമ്മൾ ചെയ്യാറുമുണ്ട്. അവയിൽ ചിലതെല്ലാം നമ്മുടെ തന്നെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു എന്ന വാസ്തവവും മറന്നുകൂടാ. തിരുത്തപ്പെടാനാവാത്ത വിധം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയാവും എന്നതിനാലാണ് പലപ്പോഴും ആവശ്യമായ തിരുത്തലുകൾ അസംഭവ്യമാകുന്നത്. 10ാം ക്ലാസ്സിലെ വിജയപരാജയങ്ങൾ അന്ന് കൂടെ ഉണ്ടായിരുന്നവരിൽ വരുത്തിയ സ്വാധീനം എന്താണെന്നറിയാൻ ഒരു കൗതുകം. 10ാം തരം പാസ്സായവരും തോറ്റവരും ജീവിതത്തിലും അങ്ങനെ തന്നെയാണോ എന്നറിയാനുള്ള വ്യഗ്രതയിൽ ഞാനും അങ്ങനെ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. ഒരു ചെറിയ അന്വേഷണം. 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ചിരുന്ന സഹപാഠികളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി നോക്കിയാൽ നമുക്ക് ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യങ്ങളും ബോധ്യമാകും. പൊതുപരീക്ഷയിൽ കരസ്ഥമാക്കുന്ന വിജയമോ നേരിടുന്ന പരാജയമോ അല്ല ശരിക്കും പറഞ്ഞാൽ പിന്നീടുള്ള ജീവിതത്തിൻ്റെ വഴി തെളിയിക്കുന്നത് എന്ന വസ്തുത നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ നൂതനമായ സാങ്കേതിക വിദ്യകൾ അന്വേഷണത്തിന് ഏറെ സഹായകരമായി. വെറും 4-5 സാമ്പിളുകൾ ലഭിച്ചപ്പോൾ തന്നെ വസ്തുതകളും നമ്മുടെ ധാരണകളും തമ്മിലുള്ള അന്തരത്തിൻ്റെ വലിപ്പം മനസ്സിലായി. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ മുഴുവൻ a+b² = a²+b²+2ab എന്ന സമവാക്യങ്ങൾ തൊട്ട് ടാൻ തീറ്റ, കോസ് തീറ്റ തുടങ്ങി പഠിച്ചാൽ തലയിൽ കയറാത്തതും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആവശ്യമായിട്ടില്ല എന്ന് നമ്മളെല്ലാം ആരോപിക്കുന്ന കുറേയേറെ സിദ്ധാന്തങ്ങളുമായി മല്ലടിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിൽ 2 തവണ പരീക്ഷ എഴുതി കണക്കിൽ 2ഉം 4ഉം മാർക്കുകൾ മാത്രം വാങ്ങി തകർന്നു വീണ ജോർജ് എന്ന പയ്യൻ ഇന്ന് അവൻ്റെ നാട്ടിലെ അറിയപ്പെടുന്ന പ്രമാണിയാണ്. ചെറുപട്ടണമായി വികസിച്ച അവൻ്റെ ഗ്രാമത്തിലും പുറമെ അടുത്തുള്ള 2 ടൗണുകളിലും വിജയകരമായി നടക്കുന്ന വലിയ പലചരക്ക് കടകളുടെ മുതലാളിയാണ്. അവൻ്റെ കീഴിൽ 50-ലധികം ആളുകളാണ് പണിയെടുക്കുന്നത്. പലചരക്കു സാധനങ്ങളുടെ വിലകൾ മിന്നൽ പോലെ എഴുതിക്കൂട്ടാനും കുറയ്ക്കാനും പെരുക്കാനും ഒന്നും അവൻ കാൽക്കുലേറ്റർ പോലും ഉപയോഗിക്കുന്നില്ല എന്ന് കാണുമ്പോൾ, അവൻ്റെ കണക്കിലെ വൈദഗ്ധ്യം കാണുമ്പോൾ ആശ്ചര്യവും അമ്പരപ്പുമാണ് തോന്നുക. ഇനി മറ്റൊരുത്തനുണ്ട്. സമരങ്ങൾക്ക് നേതൃത്വം നൽകാനായി മാത്രം സ്കൂളിൽ വന്നിരുന്ന, അധ്യാപകരുടെയെല്ലാം നോട്ടപ്പുള്ളിയായിരുന്ന, കുട്ടികളുടെ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഇടയിൽ വില്ലനായി അറിയപ്പെട്ടിരുന്ന സന്തോഷ്. ഇന്ന് 20ഓളം ബസ്സുകളുടെ ഉടമയാണ്. ലൈൻ ബസ്സുകളായും ടൂറിസ്റ്റ് ലക്ഷറി ബസ്സുകളായും ഓടുന്ന ബസ്സുകളിൽ അവൻ ജോലി നൽകുന്നതോ 60-ലധികം ആളുകൾക്കാണ്. 60-ൽ പരം കുടുംബങ്ങൾക്ക് അവൻ നേരിട്ട് തണലേകുന്നു എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്, അഭിമാനകരമാണ്. അതിനേക്കാൾ ഏറെ അതിശയിപ്പിച്ചത് PWDയുടെ A ക്ലാസ് കോൺട്രാക്ടറായി വർഷം മുഴുവനും സംസ്ഥാനമൊട്ടാകെയും പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വിജയനാണ്. അക്ഷരാർത്ഥത്തിൽ അവൻ്റെ പേരിന് പര്യായമായി മാറി അവൻ്റെ ജീവിതവും. 10ാം ക്ലാസ്സിൽ തോറ്റെങ്കിലും പിന്നീട് ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ബിരുദം നേടിയ വിജയൻ ഇന്ന് 500 കോടി രൂപയിലധികം വിറ്റുവരവുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയുടെ MD-യാണ്. വിവിധ തസ്തികകളിലായി 1000-ലധികം പേർക്കാണ് അവൻ്റെ കമ്പനിയിൽ ജോലി കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സുമായി ഉയർന്ന മാർക്കോടെ വിജയിച്ച ആരും ഇങ്ങനെ മറ്റുള്ളവർക്ക് ജീവിത വഴികാട്ടികളായിട്ടില്ല എന്നതാണ് പരമാർത്ഥം. പരാജയത്തിൻ്റെ കയ്പുനീര് കുടിച്ച് ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾ ധീരതയോടെ നേരിട്ട് ജീവിത വിജയം കൈവരിച്ചവരുടെ ആത്മധൈര്യം പഠിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരെല്ലാം വലിയ കമ്പനികളിലും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും 4 അക്കവും 5 അക്കവുമുള്ള മാസശമ്പളങ്ങളിൽ സംതൃപ്തരായി കുടുംബജീവിതവും നയിച്ച്
ഇപ്പോൾ വിരമിക്കുകയോ വിരമിക്കലിൻ്റെ വക്കിലെത്തി നിൽക്കുകയോ ആണ്. കൂട്ടത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പഠിക്കാൻ മിടുക്കികളായിരുന്ന പെൺകുട്ടികൾ ഏതാണ്ട് എല്ലാവരും ഹൗസ് വൈഫ് എന്ന റോളിൽ ഒതുങ്ങിക്കൂടി. അന്ന് നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥിതികളുടെ അനന്തരഫലമായിരുന്നു അത്. അതിൽ ഒരു പെൺകുട്ടി മാത്രം തഹസീൽദാരായി ജോലിയിൽ നിന്നും അടുത്ത കാലത്ത് വിരമിച്ചു എന്നറിഞ്ഞു. അത്രയും സന്തോഷം. ഇന്ന് പഴയ വ്യവസ്ഥിതികളിൽ സമൂലമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും വന്നു. ജോലി, പണം, സ്വാതന്ത്ര്യം ഇവയെല്ലാം ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളുടെയും അവകാശമാണ് എന്ന് എല്ലാവർക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഒപ്പത്തിനൊപ്പം മത്സരിക്കാനും എല്ലാ മേഖലകളിലും സ്ഥാനങ്ങൾ ആർജിക്കാനും പെൺകുട്ടികളും മുന്നിലുണ്ട്. അവർക്ക് അതിനാവുന്നുമുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയാതെ വയ്യ. കുറേ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളുടെ പിടിപ്പുകേടുകളും ഒപ്പം സമൂഹത്തിൽ കാണപ്പെടുന്ന അലക്ഷ്യമായ അഥവാ ലക്ഷ്യം തെറ്റിയുള്ള പരിവർത്തനങ്ങളും ഇത്തരം ഒരവസ്ഥയിൽ പുതിയ തലമുറയെ എത്തിക്കുന്നതിന് കാരണങ്ങളാണ്. പൊതുപരീക്ഷകളിലെ വിജയശതമാനം 99%-ഉം അതിൽ കൂടുതലുമായി എത്തി നിൽക്കുമ്പോൾ, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പരാജിതരുടെ എണ്ണം കുറയുന്നു എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ സ്വായത്തമാക്കേണ്ടുന്ന അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും നിലവാരം വെച്ച് നോക്കുമ്പോൾ പരാജയപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. വർത്തമാനകാലത്തിൽ ജീവിത വിജയത്തിൻ്റെ അളവുകോൽ പണസമ്പാദനം മാത്രമായി ചുരുങ്ങുന്ന വേളയിൽ ജോലിയും പണവും ഉള്ളവരെല്ലാം പുറമേ നിന്ന് നോക്കുമ്പോൾ വിജയിച്ചവരാണെന്ന് തോന്നുമെങ്കിലും ജീവിത മൂല്യങ്ങൾ അറിയാതെ സ്വന്തം മനസാക്ഷിയോടുപോലും നിരന്തരം യുദ്ധം ചെയ്യുകയും മനുഷ്യബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാതെയും വളരുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പുതുപുത്തൻ സാങ്കേതിക വിദ്യയുടെ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുകയും എന്നാൽ പലപ്പോഴും ആ ഇടങ്ങളിൽ കാലിടറുകയും ചെയ്യുമ്പോൾ വിലപ്പെട്ട ജീവിതത്തെ സ്വയം ഹോമിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതമായ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും കരസ്ഥമാക്കിയിട്ടും ലക്ഷ്യബോധമില്ലാതെയും അവധാനതയില്ലാതെയും ജീവിതത്തെ സമീപിക്കുമ്പോൾ ചെറിയ വീഴ്ചകളിൽ പോലും തകർന്നു പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പഠനത്തിന് പ്രാധാന്യം കൽപ്പിക്കാതെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി വസ്തുക്കൾക്കും കൂടാതെ സഹപാഠികളുമായുള്ള ലൈംഗിക തൃഷ്ണകൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൗമാരങ്ങളിൽ അക്രമ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുതലമുറയിലെ ഈ വലിയ വിഭാഗം നമ്മളെ ആശങ്കപ്പെടുത്തുന്നു. അവരുടെ യാന്ത്രികമായ ജീവിതവും അതിലൂടെ അവരും ഒപ്പം നമ്മളും അനുഭവിക്കേണ്ടി വരാവുന്ന തിക്തഫലങ്ങളും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഈ വിഭാഗത്തിൻ്റെ അനിയന്ത്രിതമായ തോതിലുള്ള വളർച്ചയും നമ്മളെ ഖിന്നരാക്കുന്നുണ്ട്. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന പഴമൊഴിയുടെ പതിരില്ലായ്മയിൽ അഭയവും ആശ്വാസവും കണ്ടെത്താമെങ്കിലും ഇതിനെല്ലാം കാരണക്കാർ നമ്മൾ കൂടി അടങ്ങുന്ന ബഹുസ്വര സമൂഹം തന്നെയാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വിസ്മരിക്കാതിരിക്കേണ്ടതുണ്ട്. നമസ്കാരം.